ശ്രീമന്നാരായണീയം ദശകം 22 അജാമിളോപാഖ്യാനം ശ്ലോകം 10. ഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇതീരിതൈര്യാമ്യഭടൈരപാശ്രിതേ ഭവദ്ഭടാനാം ച ഗണേ തിരോഹിതേ ഭവസ്മൃതിം കഞ്ചന കാലമാചരൻ ഭവത്പദം പ്രാപിഭവദ്ഭടൈരസൗ. ഇവിടെ കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു, ഭഗവാന്റെ കിങ്കരന്മാര് യമകിങ്കരന്മാരോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയാണ്, അറിയാതെയാണെങ്കിൽ പോലും ഭഗവാന്റെ നാമം ഉച്ചരിച്ചാൽ അത് മനുഷ്യന്റെ സകല പാപങ്ങളെയും നശിപ്പിക്കും. എങ്ങനെയാണ് എന്നുകൂടി പറഞ്ഞു കൊടുക്കുകയാണ്. തെയ്യ വിറകിൻ കൂട്ടത്തെ കത്തിച്ചു കളയുന്നത് എങ്ങനെയാണ്, മരുന്ന് രോഗങ്ങളെ മാറ്റുന്നത് എങ്ങനെയാണ്, അതുപോലെയാണ് ഇവിടെ ഭഗവത് നാമം ജപിച്ചാൽ ഉച്ചരിച്ചാൽ ആ പാപങ്ങളെ മുഴുവനും അത് കത്തിച്ചു കളയും, ദഹിപ്പിച്ചു കളയും. നാമോച്ചാരണത്തിന്റെ ആ മഹത്വത്തെക്കുറിച്ച് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ആ യമദൂതന്മാര് അവിടെ നിന്ന് മടങ്ങിപ്പോവാണ്. യതി ഇങ്ങനെ ഈ രീതി ബോധിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ പറയപ്പെട്ട, വിഷ്ണു പാർഷദന്മാരാൽ പറയപ്പെട്ട ആ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ യാമ്യഭടൈ യമദൂതന്മാര് അപാസ്തൃതേ ഒഴിഞ്ഞു പോവുകയും അവിടെ നിന്ന് മടങ്ങിപ്പോവും. ഭവത് ഭടാനാം ഗണേ, ഭവത് ഭടാനാം ഗണേ നിന്തിരുവടിയുടെ ആ കിങ്കരന്മാര് ഭടന്മാര് തിരോഹിതേച്ച അവരവിടുന്ന് പോയി, അവരും അവിടെ നിന്ന് തിരിച്ചു പോയി. യമഭടന്മാരും അതുപോലെ വിഷ്ണുവിന്റെ പാർഷദന്മാരും എല്ലാവരും അവിടെ നിന്ന് മറഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ തിരോഹിതേച്ച അവിടെ മറയുകയും ചെയ്തപ്പോൾ, അവരെല്ലാവരും അവിടെ നിന്ന് മറയുകയും ചെയ്തപ്പോൾ അസൗ അജാമിളൻ കഞ്ചന കാലം കുറച്ചു കാലം ഭവസ്മൃതിം ഭഗവാന്റെ ആ ഭജനകളെല്ലാം ചെയ്തുകൊണ്ട്, ഭഗവാനെ സദാ സ്മരിക്കുന്നവനായിട്ട് ആചരൻ ചെയ്തുകൊണ്ട്, ഭഗവത് ഭജനം ആചരിക്കുന്നവനായിട്ട്, ഭഗവാനെ ഭജിക്കുന്നവനായിട്ട് കുറെ കാലം കഴിഞ്ഞു. അതിനുശേഷം ഭവത് ഭടൈ ഭഗവാന്റെ ഭടന്മാരാൽ പാർഷദന്മാരാൽ ഭവത് പദം പ്രാപി ഭഗവാന്റെ ആ പരമമായ പദത്തിലേക്ക്, വൈകുണ്ഠ പദത്തിലേക്ക് പ്രാപി കൊണ്ടുപോകപ്പെട്ടു. ഇവിടെ യമദൂതന്മാർക്ക് തങ്ങളുടെ തെറ്റ് മനസ്സിലായി, അവര് മടങ്ങിപ്പോയി. വിഷ്ണു പാർഷദന്മാരും അവിടെ നിന്ന് മറഞ്ഞു. അതിനുശേഷം അജാമിളൻ കുറച്ചു കാലവും കൂടെ കൂടി ഭഗവാനെ ഭജിച്ചുകൊണ്ട് ജീവിച്ചു, ഭഗവാനെ മാത്രം സ്മരിച്ചുകൊണ്ട് ജീവിച്ചു. പിന്നീട് ഭഗവത് ഭടന്മാര് വന്ന് വൈകുണ്ഠത്തിലേക്ക് അജാമിളനെ കൊണ്ടുപോവുകയും ചെയ്തു. അജാമിളന്റെ ഈ കഥയിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുണ്ട്. അജാമിളൻ അത്രയും പ്രായമായി മരിക്കാറായി കിടക്കുന്നു. യമകിങ്കരന്മാർ വന്ന് കൊണ്ടുപോകാനായിട്ട് ഒരുങ്ങുന്നു. അപ്പോൾ തൻ്റെ ഇളയ പുത്രനെ, നാരായണ എന്ന് പേരുള്ള പുത്രനെ വിളിച്ചു. ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ അജാമിളന്റെ സർവ്വപാപങ്ങളും തീർന്നു കിട്ടി. പിന്നീട് വൈകുണ്ഠത്തിലേക്ക് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ വിഷ്ണു പാർഷദന്മാർ വന്ന് കൊണ്ടുപോവുകയും ചെയ്തു. എല്ലാവർക്കും
ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. നമുക്ക് ഇവിടെ അജാമിളന് ആ സമയത്ത് ഭഗവാന്റെ പേര്, പുത്രന് പേരിട്ടതാണ് എങ്കിൽ പോലും ഭഗവാന്റെ പേര് വിളിക്കാൻ പറ്റി. പക്ഷെ എല്ലാവർക്കും അത് സാധിച്ചെന്ന് വരില്ല. എല്ലാവരും ഒരുപോലെ അല്ലല്ലോ. മരണം എങ്ങനെയാണ് വരിക എന്നുള്ളത് ആർക്കും അറിയാൻ പാടില്ലാത്ത കാര്യമാണ്. അപ്പോൾ നമ്മൾക്ക് സംസാരിക്കാനും പറ്റില്ല, ഓർമ്മയില്ല, ഒന്നുമില്ലാതെ കിടപ്പാവുന്ന സമയത്ത് നമുക്ക് ഭഗവാന്റെ നാമം ഉച്ചരിക്കാൻ പോയിട്ട് ഒരു ഓർമ്മയും ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പൊ നല്ല പ്രായത്തില് നമുക്ക് ബോധമുള്ള കാലത്ത്, അതായത് കൗമാരത്തില്, യൗവനത്തില്, ബാല്യത്തിലൊക്കെ നമുക്ക് ഭഗവാന്റെ നാമം സദാ ഉച്ചരിക്കാം. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഭഗവാന്റെ നാമം ഉച്ചരിക്കാതെ ഇരുന്നിട്ട് അവസാനമാകുമ്പോൾ ഭഗവാനെ വിളിക്കാം എന്ന് ചിന്തിക്കരുത്. ഇവിടെ അജാമിളൻ അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി എന്ന് കരുതിക്കൊണ്ട് എല്ലാവർക്കും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല സമയങ്ങളിൽ, നല്ല പ്രായത്തില് ഭഗവാനെ സദാ സ്മരിക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.